നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പെരുവഴിയിലായ പിണറായി സർക്കാരിന്റെ നവകേരള നിർമ്മിതിയുടെ അലയടികൾ ഇപ്പോഴിതാ SSLC പരീക്ഷാ പേപ്പറിൽ വരെ വന്നു നിൽക്കുന്നു. ഇന്നലെ നടന്ന SSLC പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ നാട്ടുകാർക്ക് ലഭിച്ചത് പെരുവഴിയിൽ നിന്ന്. ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചും കാശുകൊടുത്ത ട്യൂഷൻ ക്ലാസുകളിൽ പോയും 10 വർഷത്തെ കഠിനാധ്വാനം പ്രകടിപ്പിക്കുന്ന ഭാവി ജീവിതത്തിലെ വഴിത്തിരിവുകളാണ് ഓരോ SSLC പരീക്ഷകളും. കുട്ടികളുടെ ജീവിതത്തിലെ ഭാവിയുടെ തീരുമാനം പോലും എടുക്കാൻ കഴിയുന്നവയാണിത്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന SSLC പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ വഴിയരികിൽ നിന്ന് കണ്ടെത്തി. കായാണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC പരീക്ഷയുടെ ഉത്തരക്കടലാസുകളാണ് കിട്ടിയത്. മലയാളം, സംസ്കൃതം, അറബിക് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ കെട്ടുകൾ സ്കൂളിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ കുറ്റിവയലിലാണ് പ്രദേശവാസികൾക്ക് ലഭിച്ചത്. തിരുവനന്തപുരത്തേക്ക് അയക്കാനായി സുരക്ഷയൊന്നുമില്ലാതെ ബൈക്കിൽ കൊണ്ടുപോവുകയായിരുന്ന കെട്ടുകളാണ് വീണുപോയത്. വൈകിട്ട് 6 മണിയോടെയാണ് ഇവ കിട്ടിയത്. 55 വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയത്. 3:30 അവസാനിച്ച പരീക്ഷയിലെ 3 വിഷയങ്ങളുടെയും ഉത്തരക്കടലാസുകൾ വെവ്വേറെ കെട്ടുകളിലാക്കി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് അയക്കാനായി സ്കൂൾ ഓഫീസ് അസിസ്റ്റന്റിന്റെ കയ്യിൽ കൊടുത്തയച്ചതാണെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. ബൈക്കിൽ പോകവേ തലകറങ്ങി വീണെന്നാണ് ഓഫീസ് അസിസ്റ്റന്റ് പറയുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുപോവുകയായിരുന്ന കെട്ടുകൾ ബൈക്കിൽ നിന്നും തെറിച്ചു പോവുകയായിരുന്നുവെന്നും അല്പദൂരം പോയ ശേഷമാണ് ഇയാൾ കാര്യം അറിഞ്ഞതുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. തിരിച്ചു വന്നപ്പോഴേക്ക് നാട്ടുകാരിൽ ഒരാൾ കെട്ടുകൾ കണ്ടെത്തി സ്കൂളിൽ വിവരവും അറിയിച്ചിരുന്നു. തുടർന്ന് സ്കൂൾ അധികൃതരെത്തി കെട്ടുകൾ കൊണ്ടുപോയി. സ്കൂൾ അധികൃതരുടെയും അധ്യാപകരുടെയും ഉത്തരവാദിത്വമില്ലായ്മ ബാധിക്കുന്നത് പ്രതീക്ഷയോടെ പരീക്ഷകൾ എഴുതുകയും ഭാവിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിയണം. വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന സാക്ഷര കേരളത്തിൽ പോലും വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഉത്തരക്കടലാസുകൾക്ക് പുല്ലുവില കൊടുക്കുന്ന അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും തികച്ചും വൻ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ വരുത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കോഴിക്കോട് ഉപവിദ്യാഭ്യാസ ഡയറക്ടർ EK സുരേഷ് കുമാർ സ്കൂളിലെത്തി പരിശോധന നടത്തി. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AC സതി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N പത്മജ എന്നിവരടക്കം നാട്ടുകാരും രക്ഷിതാക്കളും സ്കൂളിലെത്തി. ഓഫീസ് അസിസ്റ്റന്റ് സിബിയെ പരീക്ഷാ ജോലികളിൽ നിന്നും മാറ്റി നിർത്തിയതായി DDE അറിയിച്ചു. പോലീസ് കാവലിൽ സ്കൂളിൽ സൂക്ഷിച്ചിരുന്ന ഉത്തരക്കടലാസുകൾ ഇന്ന് കാലത്ത് വീണ്ടും അയക്കുമെന്നും അറിയിച്ചിരുന്നു. നമ്പർ 1 കേരളത്തിൽ ജനജീവിതം പണ്ടേ പെരുവഴിയിലായിരുന്നു. ഇപ്പോൾ ഇതിനോടൊപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസവും ഉത്തരക്കടലാസുകൾ പോലും പെരുവഴിയിലായിരിക്കുന്നു. പണ്ട് അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഓരോ ചെറിയ കാര്യങ്ങൾക്കെതിരെയും മുറവിളി കൂട്ടിയും കൊടി പിടിച്ചതുമായ SFI പ്രവർത്തകരും കുട്ടി സഹാക്കളും ഇപ്പോൾ മൗനം അവലംബിക്കുന്നതിന് കാരണം എന്താണെന്നറിയില്ല. എന്തായാലും ഇങ്ങനെയുള്ള നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങളിൽ കുറ്റക്കാർ ആരായിരുന്നാലും അത് പിണറായി സർക്കാരോ വിദ്യാഭ്യാസ മന്ത്രിയോ സ്കൂൾ അധികൃതരോ ആരുമായിക്കൊള്ളട്ടെ, കേരള ജനതയ്ക്ക് ഒന്നേ പറയാനുള്ളൂ: കടക്ക് പുറത്ത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.